Hi everyone, welcome back to Veranda Race. അപ്പോൾ നമ്മൾ NDPC 15 ദിവസം കൊണ്ട് നേടാം എന്ന സീരീസിലെ റീസണിംഗ് സെക്ഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് റീസണിംഗിലെ ഒരു PYQ സെക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലോട്ട് പോവാം. ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡ്സ് നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 30 സെക്കൻഡ്സിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന രീതിക്ക് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് എക്സ്പ്ലനേഷനോട് കൂടി ക്ലാസ് മുൻപോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ഇതൊരു സിലോജിസം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, സിലോജിസം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. റെയിൽവേ എക്സാം എന്ന് തന്നെ എടുത്താൽ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇൻ ടൈംസ് NDPC എടുക്കുമ്പോൾ NDPCയിൽ നമുക്ക് കൂടുതൽ 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ സിലോജിസം ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ടൈപ്പ് ഓഫ് കൺക്ലൂഷൻസും സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ഒരുപാട് കാണാൻ പറ്റും, അതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്താ തന്നിട്ടുള്ളത്? ഓൾ റെഫ്രിജറേറ്റേഴ്സ് ആർ ടെലിവിഷൻ സെറ്റ്സ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് സം സ്പീക്കേഴ്സ് ആർ സെറ്റ് ടെലിവിഷൻസ്, ദെൻ ഓൾ സ്പീക്കേഴ്സ് ആർ ഫാൻസ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ്സ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് വെൻ ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ റെഫ്രിജറേറ്റർ റെഫ്രിജറേറ്ററിന് 6 എന്ന് കൊടുക്കുന്നു. ദെൻ ഓൾ റെഫ്രിജറേറ്റേഴ്സ് ആർ ടെലിവിഷൻ സെറ്റ്സ് എന്ന് പറയുന്നു. എല്ലാം തന്നെ ടെലിവിഷൻ സെറ്റ്സ് എന്ന് എടുത്തു. നെക്സ്റ്റ് സം സ്പീക്കേഴ്സ് ആർ ടെലിവിഷൻസ്. അപ്പൊ ടെലിവിഷനിലെ കുറച്ച് ഭാഗം സ്പീക്കേഴ്സ് എന്ന് എടുത്തു. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഓൾ സ്പീക്കേഴ്സ് ആർ ഫാൻസ്. അപ്പൊ സ്പീക്കേഴ്സ് എല്ലാം തന്നെ ഫാനിന്റെ ഉള്ളിലാന്ന് എടുത്തു. ഇനി കൺക്ലൂഷൻ ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ആദ്യത്തെ കൺക്ലൂഷൻ സം ഫാൻസ് ആർ ടെലിവിഷൻ സെറ്റ്സ്. അപ്പോൾ ഫാൻസിൽ കുറച്ച് ഭാഗം ടെലിവിഷനിലോട്ടാണോ? യെസ്, ഇത്രയും ഭാഗം ടെലിവിഷനിലോട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ സം ഫാൻസ് ആർ ടെലിവിഷൻ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. നെക്സ്റ്റ് സം ടെലിവിഷൻ സെറ്റ്സ് ആർ റെഫ്രിജറേറ്റേഴ്സ്. അപ്പൊ നോക്കിക്കേ, ടെലിവിഷനിലെ കുറച്ച് ഭാഗം 6ലോട്ടുണ്ടോ, റെഫ്രിജറേറ്ററിലോട്ടുണ്ടോ? യെസ്, ടെലിവിഷന്റെ ഉള്ളിലാണ് 6 വരുന്നത്. അങ്ങനെയാണെങ്കിൽ സം പാർട്സ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് നോ ഫാൻ ഈസ് എ സ്പീക്കർ. ഫാനിനും സ്പീക്കറിനും തമ്മിൽ നോ റിലേഷൻ ആണെന്ന് പറയുന്നു. നമ്മുടെ വെൻ ഡയഗ്രാമിൽ രണ്ടുപേർക്കും ഇടയിൽ ബന്ധമില്ല എന്നൊരു രീതി കിട്ടുന്നില്ല അല്ലെ. കാരണം സ്പീക്കേഴ്സ് എല്ലാം തന്നെ ഫാനിനുള്ളിലാണ് വരുന്നത്. അപ്പോൾ നോ ഫാൻ ഈസ് എ സ്പീക്കർ എന്ന് പറയുന്നത് തെറ്റായ കൺക്ലൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഫോളോ ചെയ്യുന്നത് കൺക്ലൂഷൻ 1 and 2 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഓൺലി കൺക്ലൂഷൻ 1 and 2 ഫോളോ ഓപ്ഷൻ 3 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെയിം അഗെയിൻ സിലോജിസത്തിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സിലോജിസത്തിലെ ക്വസ്റ്റ്യൻ എന്താണ്? സം ബുക്സ് ആർ നോവൽസ്, നോ നോവൽ ഈസ് എ ഡയറി. ദെൻ കൺക്ലൂഷൻസ് 3 കൺക്ലൂഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, സം ബുക്ക് ആർ നോവൽ, ബുക്കിലെ കുറച്ച് ഭാഗം നോവൽ എന്ന് എടുത്തു. സം ബുക്ക് ആർ നോവൽ. നെക്സ്റ്റ് എന്താ പറയുന്നത്? നോ നോവൽ ഈസ് എ ഡയറി. അപ്പൊ നോവലിനും ഡയറിക്കും തമ്മിൽ നോ റിലേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ വെൻ ഡയഗ്രാം വരയ്ക്കുക? യെസ്, വെൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൺക്ലൂഷൻ ചെക്ക് ചെയ്യുക, ആൻസർ നോക്കുക, അത്രേ ഉള്ളൂ അല്ലെ. അപ്പൊ കൺക്ലൂഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. നോ ബുക്ക് ഈസ് എ ഡയറി എന്ന് പറയുന്നുണ്ട്. ബുക്ക് ഒന്നും തന്നെ ഡയറി അല്ല. ആണോ? ബുക്കിനും ഡയറിക്കും ഇടയിൽ നോ റിലേഷൻ ആണോ വരുന്നത്? ഇല്ല. ബുക്കിലെ സം പാർട്ട്, ഇത്രയും പാർട്ട്, നോ റിലേഷൻ വരുന്നത് ഇത്രയും പാർട്ടിനാണ് അല്ലെ. അപ്പൊ ഈ ബുക്കിലെ സം പാർട്ടിന് ഡയറിയോട് നോ റിലേഷൻ പറയാം. പക്ഷേ ബുക്ക് മൊത്തത്തിൽ നോ ബുക്ക് ഈസ് എ ഡയറി എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടുപേർക്കിടയിൽ ഒരു നോ റിലേഷൻ നമുക്ക് വെൻ ഡയഗ്രാത്തിൽ നിന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കൺക്ലൂഷൻ നമുക്ക് തെറ്റാണ്. നെക്സ്റ്റ് ഓൺ ഓൾ ഡയറീസ് ആർ ബുക്സ് എന്ന് പറയുന്നുണ്ട്. എല്ലാ ഡയറിയും ബുക്കാണോ? എല്ലാ ഡയറിയും ബുക്കിനുള്ളിലാണോ ഇരിക്കുന്നത്? അല്ല. അപ്പോ ഈ കൺക്ലൂഷനും തെറ്റാണ്. തേർഡ് വൺ നോക്കിക്കേ, നോ ഡയറി ഈസ് എ നോവൽ എന്നാ പറയുന്നത്. ഡയറി ഒന്നും തന്നെ നോവൽ അല്ല. നോ ഡയറി ഈസ് എ നോവൽ. നോവലിനും ഡയറിക്കും ഇടയിൽ നോ റിലേഷൻ അല്ലേ? യെസ്, ഇതിനും തമ്മിൽ നോ റിലേഷൻ ആണ്. അപ്പൊ നോ ഡയറി ഈസ് എ നോവൽ എന്ന് പറഞ്ഞാൽ ആ കൺക്ലൂഷൻ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺലി കൺക്ലൂഷൻ 3 ഫോളോ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് വരിക അല്ലെ. ഓക്കെ, ഇതിൽ നിന്ന് പോസിബിൾ ആയിട്ട് വേറൊരു കൺക്ലൂഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? വേറൊരു പോസിബിൾ ആയിട്ടുള്ള കൺക്ലൂഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓൾ ബുക്ക് ക്യാൻ നെവർ ബി ഡയറി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലെ. കാരണം ബുക്കിലെ സം പാർട്ട് ഡയറിക്ക് നോ റിലേഷൻ ആണ്. അപ്പോൾ ഓൾ ബുക്ക് ക്യാൻ നെവർ ബി ഡയറി എന്ന് പറയാൻ പറ്റുമല്ലോ ഇതിൽ നിന്ന്. പോസിബിൾ, അതായത് പോസിബിൾ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ, ശരിയായിട്ടുള്ള ഒരു കൺക്ലൂഷൻ. ഓൾ ബുക്ക് ക്യാൻ നെവർ ബി ഡയറി. എല്ലാ ബുക്കും ഒരിക്കലും ഡയറി ആവത്തില്ല. യെസ്, എന്തുകൊണ്ടാ? ബുക്കിലെ ഇത്രയും പാർട്ട് നമുക്ക് ഡയറിക്ക് നോ റിലേഷൻ ആണ്. എന്തുകൊണ്ട് ഈ കൺക്ലൂഷൻ ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ
ഇത് നമ്മൾ പഠിക്കുന്ന കൺക്ലൂഷൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്. ക്യാൻ നെവർ ബി എന്ന് പറയുന്ന ഒരു വേർഡ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു കൺക്ലൂഷനാണ്. അപ്പോൾ ഇങ്ങനെയും കൺക്ലൂഷൻസ് ചോദിക്കാം എന്നുള്ളതിൽ ക്ലിയർഡ് ആയിരിക്കണം. കാരണം ഓൾ ബുക്ക് ക്യാൻ നെവർ ബി ഡയറി എന്നൊരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നാൽ അവിടെ കൺഫ്യൂഷൻ വരരുത്. എല്ലാ ബുക്കും ഡയറി ആവാം എന്നാണ് പറയുന്നത്, പക്ഷേ ആവാൻ പറ്റില്ല, ക്യാൻ നെവർ ബി ഡയറി എന്നാ പറയുന്നത്. അപ്പൊ നോക്കുമ്പോൾ ബുക്ക് എന്തുകൊണ്ട് ഡയറി ആയിക്കൂടെ എന്ന കൺഫ്യൂഷൻ വരരുത്. കാരണം ബുക്കിലെ ഇത്രയും പാർട്ട് ഡയറിക്ക് നോ റിലേഷൻ ആണ്. അപ്പൊ ഇത്രയും പാർട്ടിനെ നമുക്ക് എന്തായാലും ഡയറിക്കുള്ളിലോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ ഓൾ ബുക്ക് ക്യാൻ നെവർ ബി ഡയറി എന്ന് പറയുന്ന ഒരു കൺക്ലൂഷൻ നമുക്ക് ശരിയായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഒരു ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇതില് ഓരോ സിമ്പിൾസ് വൈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് റിലേഷൻ കോഡഡ് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയും അല്ലെ. കോഡിംഗ് ഡീകോഡിംഗ് ഫോർമാറ്റിൽ വരുന്ന ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, നോക്കിക്കേ, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ അത് എ ഈസ് ദി ബ്രദർ ഓഫ് ബി എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലെ. ദെൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദി മദർ ഓഫ് ബി ആണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദി ഫാദർ ഓഫ് ബി ആണ്. ഇനി ഇവിടെ എല്ലായിടത്തും എയെ വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കോഡഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓക്കെ, നമ്മൾ ഇതിൽ ഏതാണ് എം ഈസ് ദി സൺ ഓഫ് ക്യൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ എം ഇൻറ്റു ആർ, ആർ ഡിവൈഡഡ് ബൈ ക്യൂ നമ്മൾ എടുക്കും. ഇൻറ്റു എന്ന് പറയുന്ന സിമ്പിൾ ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നു ആ രീതിക്ക് നമ്മൾ ഫാമിലി ട്രീ വരയ്ക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എല്ലായിടത്തും ഫസ്റ്റ് മെമ്പറും സെക്കൻഡ് മെമ്പറും എ ഇൻറ്റു ബി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്തിനെ മീൻ ചെയ്യുന്നു? എ ഈസ് ദി ഫാദർ ഓഫ് ബി. ആദ്യത്തെ ആളെ പറഞ്ഞു തന്നെയാണ് നെക്സ്റ്റ് ആള് വരുന്നത്. ചില ക്വസ്റ്റ്യൻസിൽ ഇത് തിരിച്ചുണ്ടാവും. അതായത് ബി ഈസ് ദി ബ്രദർ ഓഫ് എ എന്നുള്ള രീതിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അവിടെ എന്താ, എ ഇൻറ്റു ബി ആണ്, പക്ഷെ ബി ഈസ് ദി ബ്രദർ ഓഫ് എ ആണ്, തിരിച്ചാണ് വരുന്നത് അല്ലെ. അപ്പോ അങ്ങനത്തെ രീതിക്കുള്ള കോഡഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് വേണം എടുത്തു വരയ്ക്കാൻ. കാരണം ഇല്ലെങ്കിൽ ആൻസർ തെറ്റും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാനും സാധ്യതയുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അതെടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് മാത്രമേ ആൻസർ കൊടുക്കാൻ പറ്റൂ. കാരണം എം ഈസ് ദി സൺ ഓഫ് ക്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ആൻസർ ഏത് ഓപ്ഷനിൽ വരും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതാണ് നമ്മളുടെ ടാസ്ക്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കണം, അതിന്റെ ഫാമിലി ട്രീ വരയ്ക്കണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എം ഇൻറ്റു ആർ ആണ്. അപ്പൊ ഇൻറ്റു സിമ്പിൾ വന്നാൽ, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ വന്നാൽ നമുക്ക് എന്താ പറയുന്നത്? എ ഈസ് ദി ബ്രദർ ഓഫ് ബി. അപ്പൊ എം ഇൻറ്റു ആർ, എം ഈസ് ദി ബ്രദർ ഓഫ് എ എന്ന് പറയണം. അപ്പോൾ ആർ എന്ന് പറയണം. എം ആറിന്റെ ബ്രദർ ആണ്. നെക്സ്റ്റ് അടുത്തെന്താ? ആർ ഡിവൈഡഡ് ബൈ ക്യൂ ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ സിമ്പിൾ ഏതിനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡിവൈഡഡ് ബൈ എ ഈസ് ദി ഫാദർ ഓഫ് ബി. അപ്പൊ ഇവിടെ ആർ ഈസ് ദി ഫാദർ ഓഫ് ക്യൂ എന്നാണ് വരുന്നത്. അപ്പൊ ആർ ഫാദർ ഓഫ് ക്യൂ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് വേണ്ടത് എം ഈസ് ദി സൺ ഓഫ് ക്യൂ ആ വേണ്ടത്. എം ആണ് താഴെ വരേണ്ടത്, ക്യൂവിന്റെ സണ്ണായിട്ട് എം ആണ് വരേണ്ടത്. അപ്പോ ഇത് തെറ്റാണ് അല്ലെ. ഇനി സെക്കൻഡ് നെക്സ്റ്റ് ഓൺ ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബിയില് ക്യൂ ഡിവൈഡഡ് ബൈ എം ഇത് വരാൻ നല്ല സാധ്യതയുണ്ട് അല്ലെ. ആദ്യം തന്നെ ഓപ്ഷൻസ് നോക്കുമ്പോഴും നമുക്ക് എം ഈസ് ദി സൺ ഓഫ് ക്യൂ എന്ന് വരണമെങ്കിൽ ക്യൂവിന് താഴെ അല്ലെ, ക്യൂവിന്റെ അടുത്ത ജനറേഷനിലായിരിക്കണം എം വരേണ്ടത്. അപ്പൊ അതിന് വരണമെങ്കിൽ ഡിവൈഡഡ് ബൈ സിമ്പിൾ എടുത്താൽ മാത്രമേ എ ഈസ് ദി ഫാദർ ഓഫ് ബി എന്ന റിലേഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എ ഈസ് ദി മദർ ഓഫ് ബി എന്ന റിലേഷൻ എടുക്കണം. ഈ രണ്ടും, അതായത് മൈനസ് അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ സിമ്പിളിനാണ് സാധ്യത കൂടുതൽ ക്യൂവിനും എമ്മിനും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ക്യൂ ഡിവൈഡഡ് ബൈ എം. ദെൻ ഇനി മൈനസ് സിമ്പിൾ എടുക്കുമ്പോൾ ഓക്കെ സൺ എന്നുള്ള റിലേഷൻ വരണം. ഓക്കെ, അത് ഓക്കെ, കുഴപ്പമില്ല. ക്യൂവിന് ഫീമെയിൽ ആയാലും മെയിൽ ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഓപ്ഷൻ ബി ചെക്ക് ചെയ്യുന്നു. ക്യൂ ഡിവൈഡഡ് ബൈ എം. ഡിവൈഡഡ് ബൈ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ക്യൂ ഇസ് ദി ഫാദർ ഓഫ് എം ആണ്. അപ്പോൾ ക്യൂ ഫാദർ ഓഫ് എം എന്ന് എടുത്തു. ഓക്കെ, ക്യൂ ഇസ് ദി ഫാദർ ഓഫ് എം. നെക്സ്റ്റ് പറയുന്നത് എം ഇൻറ്റു ആർ ആണ്. എം ഇൻറ്റു ആർ എന്ന് വെച്ചാൽ എന്താണ്? എം ഈസ് ദി ബ്രദർ ഓഫ് ആർ ആണ്. അപ്പൊ എം മെയിലാണ്, അയാൾ ആറിന്റെ ബ്രദർ ആണ്. ഇപ്പൊ നോക്കിക്കേ, ഏതിലാണ് നമുക്ക് എം ഈസ് ദി സൺ ഓഫ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്നത് എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ നോക്കിക്കോ, ക്യൂവിന്റെ സണ്ണാണ് എം അല്ലെ. എം ഈസ് ദി സൺ ഓഫ് ക്യൂ ഇവിടെ ശരിയാവുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആൻസർ എന്തായാലും എന്ത് തന്നെ? ഓപ്ഷൻ ബി. രണ്ട് ഓപ്ഷൻസ് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. നമുക്ക് ആദ്യം ഓപ്ഷൻ ബിയിൽ തന്നെ കിട്ടി. ഓക്കെ, ഓപ്ഷൻ ബി. ഇനി മുമ്പോട്ടുള്ള ഓപ്ഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വേണമെങ്കിൽ എം ഡിവൈഡഡ് ബൈ ആർ എടുക്കുമ്പോൾ എന്ത് പറയുന്നു?
എം ഈസ് ദി ഫാദർ ഓഫ് ആർ എന്ന് എടുക്കേണ്ടി വരും. എം ആറിന്റെ ഫാദർ ആണെന്ന് എടുക്കേണ്ടി വരും. എം ആറിന്റെ ഫാദർ ആണെന്ന് എടുത്തു കഴിഞ്ഞു. ഇനി എഗെയിൻ അടുത്ത് എന്ത് വരണം? ആർ ഇൻറ്റു ക്യൂ. മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ തന്നെ അവിടെ ആറ് ബ്രദർ ഓഫ് ക്യൂ ആയിട്ടേ വരത്തുള്ളൂ. അപ്പൊ അവിടെ എമ്മിന്റെ സണ്ണായിട്ടേ അല്ലെങ്കിൽ സൺ ഓർ ഡോക്ടർ ആയിട്ടേ ക്യൂ വരത്തുള്ളൂ. അപ്പം അതും വരാൻ സാധ്യതയില്ല. നെക്സ്റ്റ് ഓപ്ഷൻ ഡി എടുത്താൽ എം മൈനസ് ആർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. മൈനസ് സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? എം ഇസ് ദി മദർ ഓഫ് ആർ ആണ്. ഓക്കെ, എം ആറിന്റെ മദർ ആണെന്ന് എടുത്താലും നെക്സ്റ്റ് എന്താ? ഡിവൈഡഡ് ബൈ. ഡിവൈഡഡ് ബൈ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ആർ ഇസ് ദി ഫാദർ ഓഫ് ടി. സോറി, ആർ ഇസ് ദി ഫാദർ ഓഫ് ടി. ഓക്കെ, നമുക്ക് വേണ്ടത് ക്യൂ ആണ് അല്ലെ? ക്യൂവിന്റെ ബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ടി എ പറഞ്ഞിട്ടുള്ളൂ, ക്യൂവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇൻ ടേംസ് ഇവിടെ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെങ്കിലും ഇവിടെ ക്യൂ ആണെങ്കിലും ആറിന്റെ സണ്ണ് ക്യൂ ആയിട്ട് വരുമ്പോൾ ക്യൂവിന്റെ സണ്ണ് എം വരണം എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പറ്റത്തില്ല. അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ വന്നുകൊണ്ട് ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സെയിം എഗെയിൻ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ? എന്താ? കോഡഡ് ടൈപ്പ് ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യുക. ഞാൻ ഓരോ ദിവസം ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് ഒരേ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. അപ്പോൾ ഓക്കെ, ഇവിടെയും ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യണം. ഓക്കെ, ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ എ എടുക്കുന്നു. ഓപ്ഷൻ എ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് ആർ ഡിവൈഡഡ് ബൈ എ എന്നാണ് പറയുന്നത്. ആർ ഡിവൈഡഡ് ബൈ എ. ഡിവൈഡഡ് ബൈ സിമ്പിൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ആർ ഇസ് ദി ഫാദർ ഓഫ് എ അല്ലെ? സോറി, ആർ ഇസ് ദി വൈഫ് ഓഫ് എ. ഓക്കെ, ആറ് എയുടെ വൈഫാണ്. അപ്പൊ എ ആരായിരിക്കണം? മേലായിരിക്കണം ജെൻഡർ അല്ലെ? ഓക്കെ, അത് കൊടുത്തു. നെക്സ്റ്റ് എന്താ പറയുന്നത്? എ പ്ലസ് എസ്. പ്ലസ് സിമ്പിൾ എന്താ പറയുന്നത്? എ ഈസ് ദി ബ്രദർ ഓഫ് എസ് ആണ്. അപ്പോ എ എസിന്റെ ബ്രദർ ആണെന്നും എടുത്തു. നെക്സ്റ്റ് എസ് മൈനസ് ടി ആണ് പറയുന്നത്. എസ് മൈനസ് ടി ആകുമ്പോഴോ എസ് ഈസ് ദി സൺ ഓഫ് ടി ആണ്. എസ് ഈസ് ദി സൺ ഓഫ് ടി ആണ്. ഓക്കെ, ഫാമിലി ട്രീ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മീൻസ് ആർ ഇസ് ദി മദർ ഓഫ് ടി എന്നാ ചോദിക്കുന്നത്. ആറ് ടിയുടെ മദർ ആകണം. ഏതിലാ? ഓക്കെ, നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷൻ വരച്ച വെൻ ഡയഗ്രാം ഫാമിലി ട്രീയില് നോക്കുമ്പോൾ ആറ് ടിയുടെ മദർ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല അല്ലെ? ഡോക്ടറിൻ ലോ ആയിട്ടേ വരുന്നുള്ളൂ. അപ്പൊ ആർ ഇസ് ദി മദർ ഓഫ് ടി എന്ന് പറയുന്നത് ഓപ്ഷൻ എയിൽ കിട്ടത്തില്ല. നെക്സ്റ്റ് അടുത്ത ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് വൺ ആർ ഡിവൈഡഡ് ബൈ എ. ഡിവൈഡഡ് ബൈ സിമ്പിൾ എന്താ മീൻ ചെയ്യുന്നത്? ആർ ഈസ് ദി വൈഫ് ഓഫ് എ. ഓക്കെ, സെയിം അഗൈൻ ആർ ഈസ് ദി വൈഫ് ഓഫ് എ ആണ്. നെക്സ്റ്റ് ഇൻറ്റു എസ്. ഇൻറ്റു സിമ്പിൾ മീൻ ചെയ്യുന്നത് എന്താ? എ ഈസ് ദി ഫാദർ ഓഫ് എസ്. ഓക്കെ, എ ഈസ് ദി ഫാദർ ഓഫ് എസ് ആണ്. നെക്സ്റ്റ് എസ് ഇൻറ്റു ടി അല്ല എസ് പ്ലസ് ടി. പ്ലസ് മീൻ ചെയ്യുന്നത് എന്താ? എസ് ഈസ് ദി ബ്രദർ ഓഫ് ടി ആണ്. എസ് ഈസ് ദി ബ്രദർ ഓഫ് ടി ആണ്. നമുക്ക് വേണ്ടത് ആർ ഈസ് ദി മദർ ഓഫ് ടി ആയിട്ട് വരണം. എസ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനിൽ വരുന്നുണ്ട് അല്ലെ? ആറ് ടിയുടെ മദർ ആയിട്ട് വരുന്നുണ്ട്. ഓപ്ഷൻ ബിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി ഓപ്ഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, സെക്കൻഡ് ഓപ്ഷനിൽ തന്നെ നമുക്ക് കിട്ടി. എപ്പോഴും സെക്കൻഡ് ഓപ്ഷനിൽ തന്നെ കിട്ടണമെന്നുള്ള നിർബന്ധമില്ല. മേ ബി ഫോർത്ത് ഓപ്ഷനും വരാം. എങ്കിൽ നമ്മൾ ഈ ഫോറും ചെക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാലോ. അപ്പൊ ഇവിടെ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആർ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എസ് പ്ലസ് ടി. കോഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, പ്രാക്ടീസ് ചെയ്യണം. കോഡ് ടൈപ്പ് വരത്തില്ല എന്ന് വിചാരിച്ച് സിമ്പിൾ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് പോവരുത്. ഓക്കെ, അഗെയിൻ അതേ ഫോർമാറ്റിലുള്ള കോഡഡ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. I equal to j means I is the doctor of j. Then I minus j means I is the father of j, and I star j means I is the mother of j. Then which of the following option shows that g is the father of f? അപ്പോൾ g f ന്റെ ഫാദർ ആവണം. അങ്ങനത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ നോക്കുന്നു. സ്റ്റാർ വരുന്നുണ്ടെങ്കിൽ g is the mother of j ആണ്. നമുക്ക് വേണ്ടത് g is the father of f ആണ്. അപ്പോൾ g സ്റ്റാർ i എടുത്താൽ g മദർ എന്നുള്ള ആൻസർ കിട്ടും. സോ ഓപ്ഷൻ എ ഇല്ല അല്ലെ? അവിടെ തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഓപ്ഷൻ എ അല്ല എന്നുള്ളതിൽ. നെക്സ്റ്റ് സെയിം അതേ തന്നെ ഓപ്ഷൻ ഡി നോക്കിക്കേ, ഓപ്ഷൻ സി നോക്കിക്കേ, ജി സ്റ്റാർ എച്ച്. അവിടെ എന്താ? ജി ഇസ് ദി മദർ ഓഫ് എച്ച് എന്നേ വരത്തുള്ളൂ. അപ്പൊ ഓപ്ഷൻ സിയും അല്ല.
ഇത് രണ്ടും നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഒഴിവാക്കാൻ പറ്റി. ഇനി ഒന്നുകിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി അല്ലെ, ഇത് രണ്ടും മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ രണ്ടിടത്ത് നോക്കുമ്പോൾ ജി മൈനസ് എച്ച് മീൻസ് ജി ഈസ് ദി ഫാദർ ഓഫ് എച്ച് ആണ് അല്ലെ. അപ്പൊ ഓക്കെ, ഓപ്ഷൻ ബി എടുക്കുന്നു. ജി ഈസ് ദി ഫാദർ ഓഫ് എച്ച് ആണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, എച്ച് ഈക്വൽ ടു ഇ. ഈക്വൽ ടു സിമ്പിൾ വന്നാൽ എച്ച് ഈസ് ദി ഡോട്ടർ ഓഫ് ഇ ആണ്. എച്ച് ഈസ് ദി ഡോട്ടർ ഓഫ് ഇ ആണ്. ഓക്കെ, നമുക്ക് എഫ് വരെ എത്തണം. എഫ് എത്തിയാലേ നമുക്ക് പറ്റത്തുള്ളൂ. ഇ സ്റ്റാർ എഫ് എന്ന് പറയുമ്പോൾ ഇ ഈസ് ദി മദർ ഓഫ്, ഓക്കെ, ഇവിടെ ജി ജെൻഡർ മെയിൽ ആണെങ്കിൽ ഈ ഫീമെയിൽ ആണ്. ഓക്കെ, ഇ സ്റ്റാർ എഫ് എന്ന് പറയുന്നത് എന്താ, ഇ ഈസ് ദി മദർ ഓഫ് എഫ് ആണ് അല്ലെ. ഇയുടെ എഫിന്റെ മദർ ആണ് ഇ. ഇനി നമുക്ക് ജി ഈസ് ദി ഫാദർ ഓഫ് എഫ്, ഏതാ, ഓപ്ഷൻ ബിയിൽ തന്നെ കിട്ടി അല്ലെ. എഫിന്റെ ഫാദർ ആണ് ജി എന്നുള്ളത്. ഇനി വേണമെങ്കിൽ ഓപ്ഷൻ ഡി കൂടെ ഒരിക്കൽ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഡിയിൽ ജി ഈക്വൽ ടു എച്ച് ആണ്. അത് മീൻ ചെയ്യുന്നത് എന്താ, ജി ഈസ് ദി ഡോട്ടർ ഓഫ് എച്ച് എന്നാണ്. എച്ചിന്റെ ഡോട്ടർ ആയിട്ട് ജി എടുക്കുക. നെക്സ്റ്റ് അടുത്തത് പറയുന്നത് എച്ച് സ്റ്റാർ ഇ ആണ്. അത് മീൻ ചെയ്യുന്നത് എച്ച് ഇസ് ദി മദർ ഓഫ് ഇ എന്നാണ്. അപ്പോൾ എച്ച് ഇയുടെ മദർ എന്ന് എടുക്കാം. നമുക്ക് വേണ്ടത് ജി ഇസ് ദി ഫാദർ ഓഫ് എഫ് എന്നുള്ളതാണ്. ഇവിടെ തന്നെ ജിയുടെ ജെൻഡറും ഫീമെയിലായി. ഇനി ഇൻ കേസ് ഇതിന്റെ ഡോക്ടറായിട്ടോ ഫാദറായിട്ടോ ഇതിന്റെ നെക്സ്റ്റ് ജനറേഷനിൽ വന്നാലും എന്തില്ല, വരാൻ സാധ്യതയില്ല. വന്നു കഴിഞ്ഞാൽ, കാരണം നെക്സ്റ്റ് റിലേഷൻ നമുക്ക് ഇക്കും എഫിനും ആണ്. അപ്പൊ വരാനുള്ള സാധ്യതയില്ല. വന്നു കഴിഞ്ഞാലും ജിയുടെ ജെൻഡർ ഫീമെയിൽ ആയതുകൊണ്ട് അതൊരിക്കലും ശരിയാവത്തില്ല. അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി എന്ന് പറയുന്നതാണ് നമ്മളുടെ ശരി ഉത്തരം. എന്ത് ചെയ്തു, ഓരോ ഓപ്ഷൻസ് ആയിട്ട് എലിമിനേറ്റ് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് എത്താൻ പറ്റും. അടുത്ത ദിവസത്തിലോട്ട് പോകാമല്ലോ. ഓക്കെ, ഒരു ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വിനയ് സ്റ്റാർട്ട് ഫ്രം പോയിന്റ് എ ആൻഡ് ഡ്രൈവ്സ് 8 കിലോമീറ്റർ ടുവേർഡ്സ് ദ ഈസ്റ്റ്. അപ്പോൾ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യും, ആ ഡയറക്ഷൻസിൽ ഒരു ഡയഗ്രാം വരയ്ക്കും അല്ലെ. അപ്പോൾ വിനയ് പോയിന്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് പോയിന്റ് എ എന്ന് ഞാൻ എടുത്തു. ഓക്കെ, പോയിന്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ടൈമർ വെച്ചിട്ടുള്ളത്, ആ ടൈമറിനുള്ളിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാനാണ് ടൈമർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഉറപ്പായിട്ടും 30 സെക്കൻഡ്സിൽ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, വിനയ് സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ ആൻഡ് ഡ്രൈവ്സ് 8 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് 8 കിലോമീറ്റർ എടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അവിടെ നിന്ന് ഹി ദെൻ ടേക്സ് എ റൈറ്റ് ടേൺ ആൻഡ് ഡ്രൈവ്സ് 9 കിലോമീറ്റർ. റൈറ്റ് ടേൺ എടുക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഇവിടെ എത്തി. ഇവിടെ നിന്ന് റൈറ്റ് ടേൺ എന്ന് പറയുമ്പോൾ താഴോട്ട് അല്ലെ, താഴോട്ട് സൗത്തിലോട്ട് 9 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്തു. ദെൻ ടേൺ ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ്സ് 12 കിലോമീറ്റർ. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് എടുക്കുന്നു. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഈ ഡയറക്ഷനിലോട്ട് 12 കിലോമീറ്റേഴ്സ് എടുത്തു. നെക്സ്റ്റ് ഹി ദെൻ ടേക്ക് എ ലെഫ്റ്റ് ടേൺ ആൻഡ് ഡ്രൈവ് 17 കിലോമീറ്റേഴ്സ്. എഗെയിൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു. 17 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ, ഇതുവരെ 9 ആണ് അല്ലെ. 17 വരണമെങ്കിൽ എഗെയിൻ എത്ര ആഡ് ചെയ്യേണ്ടി വരും, ഒരു 8 കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതുവരെ 9 ആണ്. ഇതിന് ശേഷം ഇവിടെ ഒരു 8 കിലോമീറ്റേഴ്സ് കൂടെ വരും. ഇവിടെ എത്തുന്നു. നെക്സ്റ്റ് അവിടെ നിന്ന് 17 കിലോമീറ്റേഴ്സിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഫൈനൽ ലെഫ്റ്റ് ടേൺ. അവിടെ നിന്ന് എഗെയിൻ വീണ്ടും ലെഫ്റ്റ് ആണ്. ഡ്രൈവ്സ് 20 കിലോമീറ്റർ ആൻഡ് സ്റ്റോപ്പ് അറ്റ് പോയിന്റ് ബി. ഇവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ എടുക്കുന്നു. അപ്പൊ വെസ്റ്റിലോട്ടായിരിക്കും വരിക. എത്ര കിലോമീറ്റേഴ്സ്, 20 കിലോമീറ്റേഴ്സ് വരണം. ഓക്കെ, ഇത് 12, ഇത് 8. അപ്പൊ ടോട്ടൽ 20 കിലോമീറ്റേഴ്സ് ആയി. അപ്പൊ നേരെ എയുടെ ഒപ്പത്തിന് അല്ലെ, എയുടെ ഒപ്പത്തിന് ഇവിടെ എത്തുന്നു. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അത് പോയിന്റ് ബി ആണെന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വരച്ചല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഹൗ ഫാർ ആൻഡ് ടുവേർഡ്സ് വിച്ച് ഡയറക്ഷൻ ഷുഡ് ഹി ഡ്രൈവ് ഇൻ ഓർഡർ ടു റീച്ച് പോയിന്റ് എ. അപ്പൊ പോയിന്റ് എ റീച്ച് ചെയ്യണമെങ്കിൽ അയാൾ ഏത് ഡയറക്ഷനിലോട്ട് എത്ര കിലോമീറ്റേഴ്സ് സഞ്ചരിക്കണം, ഫ്രം പോയിന്റ് ബി അല്ലെ, പോയിന്റ് ബിയിൽ നിന്ന്. അപ്പോൾ നമ്മളുടെ എൻഡ് പോയിന്റ് ആണ് പോയിന്റ് ബി, അത് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് പോയിന്റ് എ, അത് ഇവിടെ ഇരിപ്പുണ്ട്. പോയിന്റ് എയിൽ എത്തണമെങ്കിൽ ബിയിൽ നിന്ന് എത്ര കിലോമീറ്റേഴ്സ് വരണം, ഏത് ഡയറക്ഷനിലോട്ട് വരണം. അപ്പൊ ബിയിൽ നിന്ന് എയിൽ എത്തണമെങ്കിൽ സൗത്ത് ഡയറക്ഷനിലോട്ട് വരണം അല്ലെ. അപ്പൊ ഡയറക്ഷൻ കിട്ടി സൗത്ത്. അപ്പൊ ഓപ്ഷൻ ഡിയും അല്ല, ഓപ്ഷൻ എയും അല്ല. ഓക്കെ, ഇനി എത്ര കിലോമീറ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു ബിയിൽ നിന്ന് എക്കുള്ള കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ് അല്ലെ. ഈ ഡിസ്റ്റൻസ് നമ്മളിവിടെ എഴുതിയായിരുന്നല്ലോ, ഇത്രയും വരെ 9 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ ഇതിന്റെ മേഖലയിൽ 17 എത്താൻ വേണ്ടിയിട്ട് ഒരു 8 കിലോമീറ്റേഴ്സ് കൂടെ ട്രാവൽ ചെയ്യണം. ആ 8 അല്ലേ ഇവിടെ വരുന്ന അതേ കിലോമീറ്റേഴ്സ് തന്നെയാണ് ഇവിടെ 8 കിലോമീറ്റേഴ്സ്. അപ്പൊ 8 കിലോമീറ്റേഴ്സ് ടുവേർഡ്സ് സൗത്ത് ട്രാവൽ ചെയ്താൽ മാത്രമേ
പോയിന്റ് എയിൽ റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 8 കിലോമീറ്റേഴ്സ് ടുവേർഡ്സ് സൗത്ത്. അപ്പോൾ നിങ്ങൾ ആ 30 സെക്കൻഡ്സിനുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, 8 കിലോമീറ്റേഴ്സ് ടുവേർഡ്സ് സൗത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. മോഹൻ ഈസ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ഓഫ് എ സർട്ടൻ ഡിസ്ട്രിക്ട്. ഹി വാണ്ട്സ് ടു റീച്ച് ദ നിയറസ്റ്റ് ബസ് സ്റ്റാൻഡ്. ഹി വാക്ക്ഡ് 120 മീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് 120 മീറ്റേഴ്സ് നടക്കും. 120 മീറ്റേഴ്സ് ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് നടക്കും. റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 120 മീറ്റേഴ്സ് ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് നടന്നു. എഗെയിൻ അവിടെ നിന്ന് നെക്സ്റ്റ് എന്താ പറയുന്നത്? took a right turn and walked another 100 meters. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുന്നു, another 100 മീറ്റർ നടക്കുന്നു. ഓക്കെ, then നെക്സ്റ്റ് എന്താ പറയുന്നത്? he then took a left and walked 30 meter again. ഇവിടെ നിന്ന് ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു, 30 മീറ്റർ നടക്കുന്നു അല്ലെ. ഓക്കെ, ലെഫ്റ്റ് 30 മീറ്റർ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കൊടുക്കുന്നു. ഓക്കെ, 30 മീറ്റേഴ്സ് നടക്കും. Then നെക്സ്റ്റ് അടുത്തെന്താ പറയുന്നത്? he took a left turn and walked 140 meter. ഓക്കെ, ആദ്യം ഒരു ലെഫ്റ്റ് എടുത്തു, അവിടെ 30 മീറ്റേഴ്സ് നടന്നു. എഗെയിൻ ഒരു ലെഫ്റ്റ് എടുക്കുന്നു, അവിടെ 140 മീറ്റേഴ്സ് നടക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് എഗെയിൻ ഒരു ലെഫ്റ്റ് എടുത്താൽ ഇതുവരെ 100 ആണ് അല്ലേ നമുക്ക്. അതിന് മുകളിൽ ഇവിടെ ഒരു 40, ഇത്രയും നടന്നു, ഇവിടെ എത്തി എന്നെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഓക്കെ, where he meet his friend and had a conversation. ഓക്കെ, ഇവിടെ വെച്ച് അയാളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നു, അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. Then next, from there he finally took a left turn and walked 150 meters. ഇവിടെ നിന്ന് അയാൾ ഈ കോൺവെർസേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ മീറ്റ് ഹിസ് ഫ്രണ്ട് അല്ലേ, അയാളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ മീറ്റ് ചെയ്ത് ആ കോൺവെർസേഷൻ കഴിഞ്ഞതിന് ശേഷം അയാൾ ലെഫ്റ്റ് ടേൺ എടുക്കുന്നുണ്ട്. ലെഫ്റ്റ് എടുത്ത് എത്ര കിലോമീറ്റേഴ്സ് പോകുന്നെന്നാ പറയുന്നത്? 150 മീറ്റേഴ്സ് നടന്നപ്പോൾ അയാൾക്ക് ബസ് സ്റ്റാൻഡിൽ എത്താൻ സാധിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റിലോട്ട് എടുക്കണം. 150 മീറ്റേഴ്സ് ആണ് അയാൾ നടക്കേണ്ടത്. അപ്പൊ നോക്കിക്കോ, ഇവിടെ ഒരു 30ഉം ഇവിടെ ഒരു 120ഉം ടോട്ടൽ എത്രയായി? 150 മീറ്റേഴ്സ് ആയി അല്ലെ. ആ 150 മീറ്റേഴ്സ് ഇവിടെ നിന്ന് ക്രോസ് ചെയ്താലും ഇതിന് നേരെ ഒപ്പം അല്ലേ വന്നെത്തത്തുള്ളൂ. ബസ് സ്റ്റാൻഡിന്റെ നേരെ റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് വന്നെത്തി. ഓക്കെ, ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. ക്വസ്റ്റ്യൻ പറയുന്നു, ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ബസ് സ്റ്റാൻഡ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ അയാൾ ഇത്രയും ചുറ്റി നടന്ന് കറങ്ങി ഇവിടെ വന്ന് ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോയി. പക്ഷെ അയാൾക്ക് ഇത്രയും ദൂരെ പോവേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പോൾ ഇത് എന്ത് ഡയറക്ഷനിലാണ്? ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്? എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്? ഇതാണ് നമ്മളുടെ ചോദ്യം അല്ലെ. അപ്പൊ നോക്കിക്കേ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡ് ഏത് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്? നോർത്ത് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. എത്ര കിലോമീറ്റേഴ്സ് നോക്കിക്കേ, നമ്മൾ ടോട്ടൽ 140 എടുത്തപ്പോൾ ഇത്രയും 100 ആണെങ്കിൽ അതിന് നെക്സ്റ്റ് വരുന്ന അത്രയും 40 എന്ന് പറഞ്ഞു. അതേ കിലോമീറ്റേഴ്സ് തന്നെയല്ലേ ഇവിടെയും 40 കിലോമീറ്റർ. അപ്പൊ നോർത്തില് 40 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. നമ്മളുടെ ഓപ്ഷൻ ഡി 40 കിലോമീറ്റർ നോർത്ത് എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അഗെയിൻ ഒരു ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് 2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, റയർ ആയിരിക്കും. ഓക്കെ, നോക്കിക്കേ, മഞ്ജുത് സൈക്കിൾ x കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് x കിലോമീറ്റർ ആണെങ്കിൽ x എന്നുള്ള വാല്യൂ കൊടുത്ത് ഒരു ഡയഗ്രാം വെറുതെ ജസ്റ്റ് അസംഷൻസ് മാത്രമായിട്ട് വരയ്ക്കാം. x കിലോമീറ്റേഴ്സ് ടുവേർഡ്സ് നോർത്തിലോട്ട് മഞ്ജുഷ് നടക്കും. ഓക്കെ, ഇവിടെ നിന്ന് x കിലോമീറ്റേഴ്സ് ടുവേർഡ്സ് നോർത്ത് നടന്നു. Then അവിടെ നിന്ന് and then turn left and cycles y കിലോമീറ്റർ. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് ഡയറക്ഷനിലോട്ട് തിരിയുന്നു, അതായത് വെസ്റ്റിലോട്ട് തിരിയുന്നു. അവിടെ y കിലോമീറ്റേഴ്സ് നടന്നു. അസംഷൻസ് മാത്രമാണ്, എക്സിനേക്കാൾ കൂടുതൽ ഉണ്ടാവാം y കിലോമീറ്റേഴ്സ്, നമുക്ക് അറിയത്തില്ല. ജസ്റ്റ് ഞാൻ ആ ഒരു വാല്യൂ ആയിട്ട് എടുക്കുന്നു. ഇനി നെക്സ്റ്റ്, ഓക്കെ, y കിലോമീറ്റർ ടു റീച്ച് ഹെർ ഷോപ്പ്. ഓക്കെ, അപ്പോൾ അവളുടെ ഷോപ്പിൽ റീച്ച് ചെയ്യുന്നു. ഇതാണ് ഷോപ്പ് അല്ലെ, അവിടെ റീച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് x കിലോമീറ്റേഴ്സ് നടന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ എടുത്ത് y കിലോമീറ്റേഴ്സ് നടന്നപ്പോൾ ഷോപ്പിലോട്ട് എത്തി. ഇനി പറയുന്നത് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ഹെർ ഷോപ്പ് ഈസ് 5 കിലോമീറ്റേഴ്സ്. അതെന്തിനാണ് മീൻ ചെയ്യുന്നത്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെക്കാം.
ഇത്രയും ഡിസ്റ്റൻസ്, ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 കിലോമീറ്റേഴ്സ് ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് 5 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാ? പൈത്തഗോറസ് തിയറം ആണ് അല്ലെ. അവിടെ നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്യും? നമ്മളുടെ അഡ്ജസന്റ് സൈഡിന്റെ വാല്യൂന്റെ സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് സൈഡ് വാല്യൂന്റെ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടുന്നത് അല്ലെ. അതായത് ഇതിപ്പോ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ പറയുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, അതായത് 5 സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് AB-ക്കും BC-ക്കും ഒരു വാല്യൂ കൊടുക്കണം. അതായത് AB-യും BC-യും എന്താ? എക്സ് സ്ക്വയറിനും വൈ സ്ക്വയറിനും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് സ്ക്വയറിനും 5 സ്ക്വയറിനും ഒരു വാല്യൂ കൊടുക്കണം. ഏത് വാല്യൂ കൊടുക്കാൻ പറ്റും? വേറെ ഒരു കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഓരോ ഓപ്ഷൻ ആയിട്ട് ചെക്ക് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം? 25 കിട്ടണം അല്ലെ. 25 എന്ന് പറയുന്ന വാല്യൂ കിട്ടണം. ഓപ്ഷൻ എ എടുത്താൽ 3ഉം 4ഉം, 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പൊ 9 പ്ലസ് 16 25 കിട്ടുന്നുണ്ട്. ഓപ്ഷൻ എ ഓക്കെ കിട്ടി. ഇനി വേറെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. 8 4 ചെക്ക് ചെയ്താൽ 64 പ്ലസ് 16 വരത്തില്ല, 9 പ്ലസ് 25 വരത്തില്ല, 16 പ്ലസ് 36 വരത്തില്ല. അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ 3 and 4 എന്ന് പറയുന്നത് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ വാല്യൂസ് ഇല്ല, എക്സ് ആൻഡ് വൈ ആയിട്ടാണ് വാല്യൂസ് തന്നിട്ടുള്ളത്. അവിടെ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതായത് 25 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമ്മളുടെ നോൺ വെർബൽ റീസണിങ് അല്ലെ. നോൺ വെർബൽ റീസണിങ്ങിലെ എന്താ ക്വസ്റ്റ്യൻ? കംപ്ലീറ്റ് ദ ഫിഗർ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും? ഒരു ഫിഗർ തന്നിട്ടുണ്ടാവും, അതിൽ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും. ഈ ഓപ്ഷനിൽ നിന്ന് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്ത് വച്ചാലാണ് ഈ ഫിഗർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്കുള്ള ഈ ബോക്സ് ഉള്ള സ്പേസിൽ നമ്മൾ ഇവിടെ ഉള്ള ഒരു ഫിഗറിനെ എടുത്ത് പ്ലേസ് ചെയ്യണം. അത് പ്ലേസ് ചെയ്യുമ്പോൾ ഈ ഫിഗർ കറക്റ്റ്ലി കംപ്ലീറ്റ് ആകണം അല്ലെ, കറക്റ്റ് ഫോർമാറ്റ് ആയിരിക്കണം. ഇവിടെ ആദ്യം ഫിഗറിനെ അനലൈസ് ചെയ്യാം. ഫിഗറിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇതൊരു ഡയഗണൽ ഷേപ്പാണ്, അതായത് ഒരു സ്ക്വയർ ഷേപ്പിനെ ചരിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇവിടെ ആ ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസിലും ആൻസർ ഉണ്ട്. പിന്നെ നമ്മളുടെ ഡയറക്ഷൻസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഓപ്ഷൻ 3 അല്ല എന്ന് ഉറപ്പിക്കാം. കാരണം അതിലെ ഡയറക്ഷൻ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് വരുന്നത്, സോ അതല്ല. നെക്സ്റ്റ്, ഇതുപോലത്തെ ഒരു റെക്ടാങ്കിൾ ബോക്സും അതിനുള്ളിൽ ഒരു സർക്കിളും ഉണ്ടാവണം. ബാക്കി 3 ഓപ്ഷൻസിലും റെക്ടാങ്കിൾ ബോക്സും സർക്കിളും ഉണ്ട്. നെക്സ്റ്റ്, അതിൽ ഒരു ആർച്ച് അല്ലെ, ആർച്ച് കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ആർക്ക് ഷേപ്പ് കട്ടായി പോകുന്നത് ഏതൊക്കെ ഓപ്ഷനിലുണ്ട്? ഓപ്ഷൻ 1 ഇല്ല, സോ ഓപ്ഷൻ 1 ഒഴിവാക്കി. ഇനി 3 and 4 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് വേണം നോൺ വെർബൽ റീസണിങ്ങിൽ മിറർ ഇമേജ് ആണെങ്കിലും വാട്ടർ ഇമേജ് ആണെങ്കിലും നമ്മളുടെ ഇതുപോലത്തെ ഫിഗർ കംപ്ലീഷൻ, അനലോഗി ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഫിഗർ ബേസ്ഡ്, ഇതെല്ലാം നമ്മൾ അധികം സോൾവ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് മേ ബി നമ്മൾ ഈ പാറ്റേൺ കണ്ടെത്തിയാലും ചിലപ്പോൾ മേ ബി നമുക്ക് കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ട് ഓരോ ഓപ്ഷനായിട്ട് ഒഴിവാക്കിയിട്ട് കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്തുക. ഓക്കെ, ഓപ്ഷൻ 2 and 4 ആണ് ഇപ്പം നിലവിൽ നമ്മളെ കയ്യിലുള്ളത്. ഇനി 2 ഓപ്ഷനിലുള്ള ഡിഫറൻസ് എന്താ? ഈ സ്ക്വയർ ബോക്സ് അല്ലേ, ഈ സ്ക്വയർ ബോക്സ് ആ പറയുന്ന റെക്ടാങ്കിൾ ബോക്സിൽ ടച്ച് ചെയ്യുന്നതും ടച്ച് ചെയ്യാത്തതും, ഈ 2 കേസേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ബാക്കി എല്ലാത്തിലും നമ്മൾ നോക്കുമ്പോൾ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ടച്ച് ചെയ്യുന്ന ഓപ്ഷൻ 4 ആയിരിക്കും നമ്മളുടെ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഇവിടെ ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദ ഫോളോയിങ് ഫിഗർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സ്ക്വയേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ, ഫിഗർ കൗണ്ടിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇതിനൊരു പ്രത്യേകിച്ച് പാറ്റേണോ ഒരു ലോജിക്കോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ടൈപ്പുകൾക്ക് നമുക്കിപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കുന്നതും സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നതും റെക്ടാങ്കിൾ കണ്ടുപിടിക്കുന്നതും അങ്ങനെ അതിൽ ചില പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമുക്ക് പർട്ടിക്കുലർ ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസിനും ആ ഫോർമുലാസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആ ഒരു ലോജിക്കും ഫോർമുലാസും നമുക്ക് അറിയായിരിക്കും.
ഓക്കെ, ഇവിടെ ഇത് ഒരു ടൈപ്പ് ഓഫ് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫിഗർ ആണ്. അതായത് ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട്, അതിനുള്ളിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടവർക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ ഒരു ഷേപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിലുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ ഞാൻ വന്നൊരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. 2n എന്ന് പറയുന്ന ഒരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. n എന്ന് പറയുന്നത് എന്തെന്നാ പറഞ്ഞത്? നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് അല്ലെ. സ്മോൾ ട്രയാങ്കിൾസ് എന്ന് വെച്ചാൽ ഇൻസൈഡ് ദ സ്ക്വയർ ബോക്സിനുള്ളിൽ വരുന്ന നമ്പർ ഓഫ് കൊച്ചു കൊച്ചു ട്രയാങ്കിൾസ്, ചെറിയ ചെറിയ ട്രയാങ്കിൾസ് എത്ര ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഇത് 1, ഇത് 2, 3, 4, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ വരുന്ന സ്മോൾ ട്രയാങ്കിൾസ് 8 ഉണ്ട്. 8 സ്മോൾ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ ബോക്സിനുള്ളിൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണോ? സോറി, ഓക്കെ, ട്രയാങ്കിൾസ് അല്ല, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾസ് അല്ല, സ്ക്വയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ആ ഫോർമുലയുടെ ആവശ്യമില്ല. ഓക്കെ, സ്ക്വയർ ബോക്സസ് എടുക്കുമ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട്, സെയിം അതുപോലെ ഇവിടെ ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട്. 2, 3, 4, മൊത്തത്തിൽ 5, ഇതൊന്ന് 6, ഇവിടെ ഒന്ന് 7, ഇതിനുള്ളിൽ 8, 9, 10, 11. ഇനി ബാക്കി വേറെ എന്തുണ്ട്? വേറെ ഏതാ നമ്മൾ എടുക്കാത്തുള്ള? യെസ്, കോമ്പിനേഷൻ ഓഫ് ഫിഗർ. ഈ ബോക്സ് ഇതിനെയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് എത്ര ഫിഗേഴ്സ് ആയി? 12 സ്ക്വയർ ബോക്സസ് ആയി. നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി 12 ആണ്. ക്ലിയർ ആണോ? ഇവിടെ എന്ത് ചെയ്തു? ഈ ബോക്സ് 1, ഇവിടത്തെ ബോക്സ് 2, ഇവിടത്തെ ബോക്സ് 3, ഇവിടത്തെ ബോക്സ് 4. നെക്സ്റ്റ് ടോട്ടൽ ഫുൾ ബോക്സ് 5, ഇവിടെ 6 കിട്ടുന്നുണ്ട്, ഇവിടെ 7, 8, 9, 10. ഈ ഒരു സ്ക്വയർ ബോക്സും കൂടെ കമ്പൈൻഡ് ചെയ്യുമ്പോൾ, കോമ്പിനേഷൻ ഓഫ് ദിസ് 2 ഫിഗേഴ്സ്, ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ചെയ്യുമ്പോൾ ഇത് ഇത്രയും ഒരു സ്ക്വയർ ബോക്സ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 12 സ്ക്വയർ ബോക്സസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 12 ആണ്. ഇനി ഇതിൽ ആ ഷേപ്പിൽ ഞാൻ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഏതാ ട്രയാങ്കിൾസ് ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇതുപോലത്തെ ഒരു ഷേപ്പിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ? 2n എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ n എന്ന് പറയുന്നത് എന്താ? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് ആണ് അല്ലെ. നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ n-ന് എന്ത് വാല്യൂ കൊടുക്കാം? ഇവിടെ ഓരോ ട്രയാങ്കിൾ, കൊച്ചു കൊച്ചു ട്രയാങ്കിൾ 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 2 into 8, 16 നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈ ഫിഗറിൽ ഉണ്ടെന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ടേംസ് ഓഫ് ട്രയാങ്കിൾസ് ചോദിച്ചാൽ ഇതിന് ഒരു പർട്ടിക്കുലർ ഫോർമുല ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. 2n എന്ന് പറയുന്ന ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. 2 into നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് ആണ്. സ്മോൾ ട്രയാങ്കിൾസിന് 8 എന്നുള്ള വാല്യൂ കൊടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. എഗെയിൻ ഫിഗർ കൗണ്ടിങ് ആണ്. പക്ഷേ ഇവിടെ എന്താ? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ്. നമ്മൾ കുറച്ച് മുമ്പ് സ്ക്വയേഴ്സ് ചെയ്തു, ഇവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ് കൗണ്ട് ചെയ്യേണ്ടത്. ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്തേ. ഓക്കെ, ട്രയാങ്കിൾസ് നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ, 1. നെക്സ്റ്റ് മുകളിൽ ഒരു ഷേപ്പ് ഉണ്ട്, 2. ഫിഗർ ചെറുതായി പോയോ? ഇല്ലല്ലോ, കാണാമല്ലോ. ഓക്കെ, 2. നെക്സ്റ്റ് ഇതൊരു ഷേപ്പ് 3, ഇവിടെ ഒരു ഷേപ്പ് 4, ഇത് 5, ഇത് 6, 7, 8, 9, 10. വേറെ ഏതെങ്കിലും നമ്മൾ വിട്ട് പോയിട്ടുണ്ടോ? 10. എസ്. ഈ ഒരു ഷേപ്പ് 11, ഇവിടെ 12. വേറെ ഏതെങ്കിലും വിട്ട് പോയിട്ടുണ്ടോ? ഇത് ടോട്ടലായിട്ട് 13. 14 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരിക്കൽ കൂടെ നോക്കാം. ഇത് ഓവറോൾ 1 ഉണ്ട്, അതിനുള്ളിൽ 2 and 3 ഉണ്ട്. ടോട്ടൽ 1, 2, 3. നെക്സ്റ്റ് ഇവിടെ എടുക്കുവാണെങ്കിൽ യെസ്, ഇതൊരു 4 ഉണ്ട്, ഇതൊരു 5 ഉണ്ട്. നെക്സ്റ്റ് 6, 7, 8, 9, 10, 11. ഇവിടെ അതെന്ത് ചെയ്താൽ മതി? ഈ ഷേപ്പിനെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ ഫോർമാറ്റിൽ എടുത്താൽ മതി. അതായത് നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ്. ഞാൻ എന്ത് പറഞ്ഞു? നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ അകത്തെ ചെറിയ ചെറിയ നമ്പേഴ്സ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇത്രയും ഷേപ്പ് മാത്രം എടുത്തു. ഇത്രയും ഷേപ്പിൽ മാത്രം എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് മാത്രം എടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ ഇൻസൈഡ് ദ സ്ക്വയർ ബോക്സ്, ഇൻസൈഡ് ഈ സ്ക്വയർ ബോക്സിനുള്ളിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്, ഈ സ്ക്വയർ ബോക്സിനുള്ളിൽ വരുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 2n ആണ് അല്ലേ.
2n ആണ്. n-ന്റെ വാല്യൂ എന്ത് കൊടുക്കണം? നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് കൊടുക്കണം. ഇവിടെ നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് n-ന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് 6 കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 × 6 12 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ ഇൻസൈഡ് ദ സ്ക്വയർ ബോക്സ് നമുക്ക് 12 ട്രയാങ്കിൾസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് 13 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്, ഓവറോൾ ഒരു 16 ഉണ്ട്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് 16 കഴിഞ്ഞിട്ട് കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സ് ഇത് ഇത്രയും കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ 17, ഇവിടുത്തെ സൈഡ് കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ 18. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 18 ആണ്. ഓക്കെ അല്ലേ? ആദ്യം എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ഏതെങ്കിലും ഫിഗർ നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ സ്ക്വയർ ബോക്സ് മാത്രം കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ 2n എന്ന് പറയുന്ന ഫോർമുല കൊടുത്താൽ മതി. അപ്പോൾ 2 × 6 എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് 12 എന്നുള്ള ആൻസർ കിട്ടി. അവിടെ നെക്സ്റ്റ് എന്ത് ചെയ്യണം? എക്സ്ട്രാ ട്രയാങ്കിൾസ് ഏതൊക്കെ വരുന്നുണ്ടെന്ന് നോക്കണം. ദെൻ ഒരു കാര്യം കൂടെ മറക്കരുത്, കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സ്. 2 ഫിഗേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ എക്സ്ട്രാ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ മറക്കരുത്. ഇവിടെ അങ്ങനെ 2 ട്രയാങ്കിൾ ഫോം ആവും. ഈ ഒരു ഷേപ്പും ഇവിടുത്തെ ഒരു ഷേപ്പും, അങ്ങനെ 2 ട്രയാങ്കിൾസ് കൂടെ എക്സ്ട്രാ വരും. ടോട്ടൽ 16. നെക്സ്റ്റ് ആ 2 എക്സ്ട്രാ ട്രയാങ്കിളും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 18 എന്നുള്ള ആൻസർ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 different positions of the same dice are shown. The 6 faces of which are marked as S, no, if, it, in and is. Select the word on the face opposite to the face showing S. Okay, cubes and dice എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ക്യൂബ്സ് ആൻഡ് ഡൈസിൽ നമുക്കറിയാം ഒരു ക്യൂബിന്റെ 2 വ്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ഡൈസ് അല്ല അല്ലെ. ഒരു വ്യൂ മാത്രം തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡൈസ് ആണ്. സ്റ്റാൻഡേർഡ് ഡൈസിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഓപ്പോസിറ്റ് ഫേസസിന്റെ സം. ഓപ്പോസിറ്റ് ഫേസസിന്റെ സം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? ഓപ്പോസിറ്റ് ഫേസസിന്റെ സം എന്ന് പറയുന്നത് നമുക്ക് 7 കിട്ടും അല്ലെ. ഇത് ഏത് കേസിലാ? സ്റ്റാൻഡേർഡ് ഡൈസ് ആണെങ്കിൽ. സ്റ്റാൻഡേർഡ് ഡൈസിന് ഒരു വ്യൂവേ തന്നിട്ടുണ്ടാവുള്ളൂ മാക്സിമം ക്വസ്റ്റ്യൻ. 2 വ്യൂസ് തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാലും ഒരു സ്റ്റാൻഡേർഡ് ഡൈസിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഫേസസിന്റെ സം 7 കിട്ടും. ഓക്കെ, ഇവിടെ ഇതൊരു സ്റ്റാൻഡേർഡ് ഡൈസ് അല്ല അല്ലെ. ഓക്കെ, ഇതൊരു ക്യൂബാണ്. ക്യൂബ് ആണെങ്കിൽ ഇവിടെ എന്താണ് പ്രത്യേകത? നമുക്കുള്ള 6 ഫേസസിലും ഏതൊക്കെയാണ് വാല്യൂ വരിക എന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. ഈ വേർഡിങ്സ് ആണ് വരുന്നത് എന്നുള്ളത് ക്ലിയർ ആണ് അല്ലെ. 6 ഫേസസിലും വരുന്ന വേർഡിങ്സ് ഇതാണ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ? ഫേസ് ഓപ്പോസിറ്റ് ടു എസ് എന്ന് പറയുന്ന ഫേസിന്, എസ് എന്ന് പറയുന്ന വേർഡ് വരുന്ന ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഫേസിൽ ഷോ ചെയ്യുന്ന വേർഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കോമൺ ഫേസ് 2 വ്യൂസ് തന്നിട്ടുണ്ട്, 2 പൊസിഷൻസ് തന്നിട്ടുണ്ട്. ഒരു ക്യൂബിന്റെ തന്നെ 2 പൊസിഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ 2 പൊസിഷൻസിലും കോമൺ ആയിട്ട് വരുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു നമ്പർ ഏതാണെന്നുള്ളത് എടുക്കാം. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുക എസ് എന്ന് പറയുന്ന വേർഡാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? എസ് എന്ന് പറയുന്ന വേർഡ് എഴുതും. സെക്കൻഡ് ക്യൂബിലും എസ് എന്ന് പറയുന്ന വേർഡ് സെക്കൻഡ് പൊസിഷനിലും. ഓക്കെ, എസിൽ നിന്ന് ക്ലോക്ക് വൈസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സെയിം അതേ ക്ലോക്ക് വൈസ് തന്നെ എവിടെ എടുക്കണം? നെക്സ്റ്റ് പൊസിഷനിലും എടുക്കണം. എസിൽ നിന്ന് ക്ലോക്ക് വൈസ് എടുക്കുമ്പോൾ നെക്സ്റ്റ് ഫേസിൽ ഷോ ചെയ്യുന്നത് ഏതാ? ഇഫ് ആണ്. നെക്സ്റ്റ് വരുന്നത് നോ ആണ്. നെക്സ്റ്റ് ഇവിടെ അതേപോലെ എടുക്കുമ്പോഴോ ഇറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യെസ് എന്ന് പറയുന്ന ഫേസിന് ഓപ്പോസിറ്റ് വരുന്നത് ഏത് ഫേസ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ ഇത് ഇത്രയും കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയാം. നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ പറയുന്ന 2 ഓപ്പോസിറ്റ് താഴെ വരുന്ന ഇത് 2 ഫേസസും ആയിരിക്കും എന്ത് തമ്മിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എസ് എന്ന് പറയുന്ന ഫേസിന് അപ്പോൾ എസ് എന്ന് പറയുന്നതാണോ ഓപ്പോസിറ്റ്? അല്ല അല്ലെ. എസിന് ഒരിക്കലും എസ് ഓപ്പോസിറ്റ് വരത്തില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കേ 1 2 3 4 എസ് എന്ന് പറയുന്ന ഒരു ഫേസ്, 5 ഫേസസ് ആയി. 5 ഫേസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരാ റിമൈനിങ് ആയിട്ടുള്ളത്? ഒറ്റ ഫേസ് ഉണ്ട് അല്ലെ. അതേതാ? നമുക്ക് ഇഫ് വന്നു, ഇറ്റ് വന്നു, ഈസ് വന്നു, നോ വന്നു. ഇന്നെന്ന് പറയുന്ന വേർഡ് വന്നിട്ടില്ല അല്ലെ. അപ്പൊ ഇന്നെന്ന് പറയുന്ന ഫേസ് ആണ്, ഇന്നെന്ന് പറയുന്ന വേർഡാണ് നമുക്ക് ഇനി റിമൈനിങ് ഉള്ളത്. അതായിരിക്കും എസ് എന്ന് പറയുന്ന ഫേസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? ഇന്നാണ്. ഓപ്ഷൻ എ, ഇന്നെന്ന് പറയുന്ന വേർഡാണ് നമുക്ക് എസ് എന്ന് പറയുന്ന ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Again find the number of triangles ആണ്. ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ കുറച്ച് മുമ്പേ സ്ക്വയർ ബോക്സിനുള്ളിൽ എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി എടുത്തിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ ഇതെല്ലാം റിപ്പീറ്റഡ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പോൾ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ വീണ്ടും വീണ്ടും നോക്കുമ്പോൾ നമുക്ക് എന്താവും, ആ കോൺസെപ്റ്റ് തന്നെ ക്ലിയർ ആവും. ഇവിടെ നമുക്ക് സ്ക്വയർ ബോക്സിനുള്ളിൽ സെയിം അതുപോലെ നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതുപോലെ കട്ട് ചെയ്ത് വരുന്നതാണ് അല്ലെ. ഇതിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് എടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഇൻസൈഡുള്ള ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്തു. അപ്പോൾ ഇൻസൈഡുള്ള ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്താൽ അതിനുള്ളിൽ നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് എത്ര വരും, 1 2 3 4 5 6 7 8. അപ്പോൾ ഇൻസൈഡുള്ള ട്രയാങ്കിളിൽ നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് 8 കിട്ടുന്നുണ്ട്. അപ്പോൾ 2 × n ആണ് എൻ്റെ ഫോർമുല. അപ്പോൾ 2 × 8 കൊടുക്കും. അപ്പോൾ എത്ര കിട്ടി, 16 എന്ന് കിട്ടി. ഇതേ 16 ട്രയാങ്കിൾസ് തന്നെയാണല്ലോ ഔട്ടർ ഫിഗറിലും വരിക, പുറത്തുള്ള ഫിഗറിലും. പുറത്ത് തന്നിട്ടുള്ള ഈ ഫിഗറിലും നമുക്ക് ഏത് തന്നെ വരും, ഈ പറയുന്ന 16 ട്രയാങ്കിൾസ് തന്നെ വരും. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താ, 16 + 16 എത്ര കിട്ടി, 32 എന്ന് കിട്ടി. അപ്പോൾ നമ്മളുടെ ആൻസർ 32 ട്രയാങ്കിൾസ് ആണ്. ഓപ്ഷൻ എ 32 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഫിഗർ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് നിങ്ങളുടെ ഷിഫ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വന്ന് കമന്റ് ചെയ്യണം. കാരണം നമ്മളിവിടെ 2n എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, which word cannot be formed from the letter of the word administration using each letter only once? അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ആൽഫബറ്റ്സ് ഉണ്ട്. ഈ ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന വേർഡ്സ്. ഇവിടെ യൂസിങ് ലെറ്റേഴ്സ് only once എന്ന് പറയുന്നുണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസിൽ നമുക്ക് only once എന്ന് പറയുന്ന വേർഡ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു തവണ മാത്രമേ ആൽഫബറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എ എന്ന് പറയുന്ന ആൽഫബറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ വേർഡിൽ എ എന്ന് പറയുന്ന ആൽഫബറ്റ് ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് 2 ടി ഉണ്ട്. അപ്പോൾ ഒരു വേർഡിൽ 2 ടി വന്നാൽ ഒരിക്കൽ മാത്രമാണോ എന്ന് ചോദിക്കരുത്. കാരണം 2 ടി ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വേർഡിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന അതർ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷനിലുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അവിടെ ഉള്ള ആൽഫബറ്റ്സ് അല്ലാണ്ട് പുറത്തുനിന്ന് ഒരു ആൽഫബറ്റ് ഇൻക്ലൂഡ് ചെയ്ത് ഏതെങ്കിലും ഒരു വേർഡ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ആൻസർ അല്ലെ. ഫോം ചെയ്യാൻ പറ്റാത്ത വേർഡാണ് നമ്മളുടെ ആൻസർ. കനോട്ട് ബി ഫോംഡ്. ഇനി ചില ക്വസ്റ്റ്യൻസിൽ ക്യാൻ ബി ഫോംഡ് എന്ന് പറഞ്ഞും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്യാൻ ബി ഫോംഡ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അത് ക്വസ്റ്റ്യൻസ് ഡയറക്ഷൻ കറക്റ്റ് റീഡ് ചെയ്തിട്ട് മാത്രം ആൻസറിലോട്ട് പോവുക. ഇവിടെ കനോട്ട് ബി ഫോംഡ് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ 3 വേർഡ്സ് ഈ പറയുന്ന വേർഡിൽ നിന്ന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഒരു വേർഡ് മാത്രം ഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ വേർഡ് ഏതാന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ വേർഡ്. ഇവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ എസ് ഉണ്ട്, ഐ ഉണ്ട്, ടി, യു ഉണ്ടോ നമ്മളുടെ വേർഡില്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വേർഡിൽ യു എന്ന് പറയുന്ന ആൽഫബറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഏതാ? ഓപ്ഷൻ എ തന്നെയാണ്. കനോട്ട് ബി ഫോംഡ് ഓപ്ഷൻ എ തന്നെയാണ്. ബാക്കിയൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിക്കേ. സ്ട്രെയിൻ എന്ന് പറയുന്ന വേർഡ് എടുക്കാൻ പറ്റും. ട്രഡിഷൻ എന്ന് പറയുന്ന വേർഡ് എടുക്കാൻ പറ്റും. റേഷൻ എന്ന് പറയുന്ന വേർഡ് എടുക്കാൻ പറ്റും. ട്രഡിഷനിൽ 2 ടി ഉണ്ട്. അത് ഓൺലി വൺസ് അല്ലേ എന്ന് ചോദിക്കരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളുടെ വേർഡിലും 2 ടി ഉണ്ട് അല്ലെ. 2 ടി 2 ഐ നമ്മുടെ വേർഡിലുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാമല്ലോ. ഓക്കെ, ഒരു ഡിക്ഷണറി ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്യണം അല്ലെ. കറക്റ്റ് ഓർഡർ ദ ഗിവൺ വേർഡ്സ് ആസ് ദേ വുഡ് അപ്പിയർ ഇൻ ദ ഇംഗ്ലീഷ് ഡിക്ഷണറി. അപ്പൊ എന്താ ഡിക്ഷണറി ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ. അപ്പോൾ ആ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് എന്ന് നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പോൾ ആദ്യത്തെ നോക്കുമ്പോൾ എന്തായാലും DO എന്ന് പറയുന്ന വേർഡ് ആയിരിക്കും ഫസ്റ്റ് വരിക. ആദ്യം ഏത് വേർഡ് വരും, ഫസ്റ്റ് ഏത് വേർഡ് വരും നോക്കാം. എല്ലാ ഓപ്ഷനിലും സെക്കൻഡ് എന്ന് പറയുന്ന നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഷുവർ ആണ് രണ്ടാമത്തെ വേർഡ് ആയിരിക്കണം ഫസ്റ്റ് വരിക. രണ്ടാമത്തെ വേർഡ് എന്താ? ഡോക്ടർ എന്ന് പറയുന്ന വേർഡ് ഫസ്റ്റ് വന്നു. ഓക്കെ, നെക്സ്റ്റ് വേർഡ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ. ഡോക്ടർ കഴിഞ്ഞു. എഗെയിൻ അടുത്ത് സി വെച്ചിട്ടുള്ള ഒരു വേർഡ് കൂടെ ഉണ്ട്, ഡോക്യുമെന്റ് അല്ലെ. അപ്പൊ ഓപ്ഷൻ 5. ഓക്കെ, സോറി, 5th വേർഡ് അല്ലെ. 2 and 5. അപ്പൊ ഓപ്ഷൻ സിയും ഓപ്ഷൻ എയും ഇവിടെ ക്യാൻസൽ ആയി. ബി ഓർ ഡി ആയിരിക്കണം നമ്മളുടെ കറക്റ്റ് ആൻസർ. എഗെയിൻ നെക്സ്റ്റ് വേർഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻസറിലോട്ട് എത്തി. എല്ലാം കൂടെ അറേഞ്ച് ചെയ്യണ്ട അല്ലെ. നെക്സ്റ്റ് വേർഡും കൂടെ കണ്ടെത്തിയാൽ നമ്മൾ ആൻസറിലോട്ട് എത്തി. അടുത്ത ഏത് വേർഡ് വരാനാ സാധ്യത? 3 ആണോ 4 ആണോ? അത് മാത്രം നോക്കിയാൽ മതി. 3 നോക്കുക, 4 നോക്കുക. നോക്കിക്കേ, മൂന്നാമത്തെ വേർഡിൽ ഡൊമസ്റ്റിക് എന്ന് പറയുന്നതാണ് വേർഡ്. DOM. ഈ കഴിഞ്ഞിട്ടല്ലേ ഐ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് 3 തന്നെയാണ് നെക്സ്റ്റ് വരാനുള്ള സാധ്യത. അപ്പോൾ 2, 5, 3 എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്ഷൻ ബി. അത് തന്നെയാണ് നമ്മളുടെ
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് RRB NTPC ഫോക്കസ് ചെയ്തിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസ് ആയിരുന്നു. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഇനിയും 15 ഡേയ്സിൽ ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പ്രണവൻ സാറും സ്വാലിൻ സാറും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓക്കെ, എൻ്റെ റീസണിങ് ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എക്സാംസ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് എക്സാം എഴുതുക. താങ്ക് യു.